FBL ടെക്നോളജീസ് ഏകദേശം 6ഓളം ട്രഡീഷണൽ ബാങ്കുകളുമായി ചേർന്ന് പുറത്തിറക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ്. ഒട്ടനവധി ആളുകൾ ഈ ഒരു കാർഡ് ഓൾറെഡി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ചുരുക്കം ചില ആളുകളെല്ലാം ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. വൺ കാർഡ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. രണ്ട് കാറ്റഗറിയിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അപ്രൂവലായിട്ട് കിട്ടും. ഒന്നാമതായിട്ട് സെക്യൂർഡ് കാറ്റഗറിയിലും ഈ ഒരു കാർഡ് എടുക്കാം, അതുപോലെ അൺസെക്യൂർഡ് കാറ്റഗറിയിലും ഈ ഒരു കാർഡ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അൺസെക്യൂർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ യാതൊരു പേയ്മെൻറ്റും കൊടുക്കാതെ തന്നെ സാധാരണ മറ്റ് കാർഡ്സ് എല്ലാം അപ്രൂവ് ആകുന്നത് പോലെ തന്നെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അപ്രൂവലായിട്ട് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 750 മുകളിലൊക്കെ ക്രെഡിറ്റ് സ്കോറുള്ള ആളുകൾക്ക് നല്ല ലിമിറ്റോട് കൂടി വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ട് കിട്ടാറുണ്ട്. അഥവാ നിങ്ങൾക്ക് ആവശ്യത്തിന് ക്രെഡിറ്റ് സ്കോർ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, സാധാരണ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ കേസിലെല്ലാം ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാറാണ് പതിവ്. പക്ഷേ വൺ കാർഡിൻ്റെ കേസിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ സഫീഷ്യൻ്റ് ആയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സെക്യൂർഡ് കാറ്റഗറിയിൽ ഈ ഒരു കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സെക്യൂർഡ് കാറ്റഗറിയിലാണ് ഈ ഒരു കാർഡ് കിട്ടുന്നതെങ്കിൽ മിനിമം 5000 രൂപ മുതൽ ഏത് എമൗണ്ടും ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കാർഡ് സ്വന്തമാക്കാനായിട്ട് പറ്റും. 5000 റുപ്പീസ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ കാർഡിൻ്റെ ലിമിറ്റ് വരുന്നത് ആ ഒരു എമൗണ്ട് ആയിരിക്കും, 5000 റുപ്പീസ് ആയിരിക്കും. പിന്നീട് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ട് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. നേരത്തെ നമുക്ക് ആപ്പിലൂടെ തന്നെ അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലിമിറ്റ് വേണ്ടത് അതിനനുസരിച്ച് ആദ്യം തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ആ ഒരു FD ഇടുന്ന എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ആവുകയും ചെയ്യും. വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കാണാം ഏകദേശം 6ഓളം ബാങ്കുകളാണ് ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. BOB ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെ CSB ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, SBM, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അപ്പോൾ ഇതിൽ ഏത് ബാങ്കാണ് നമുക്ക് കാർഡ് തരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആദ്യം തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് പേജിലാണ് നമുക്ക് ഏത് ബാങ്ക് വഴിയാണ് കാർഡ് കിട്ടുക എന്നത് അറിയാനായിട്ട് പറ്റുക. ഈ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് സെക്യൂർഡ് കാറ്റഗറിയിലാണ് കിട്ടിയിരുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് കാർഡാണ്. നിങ്ങൾ ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് മുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെങ്കിൽ മെറ്റൽ കാർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇടുന്ന എമൗണ്ടിന് അനുസരിച്ചായിരിക്കും കാർഡിൻ്റെ ടൈപ്പ് വരുന്നത്. പിന്നെ വിസ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്. മാത്രമല്ല പല ഓൺലൈൻ സൈറ്റുകളിലും ഇപ്പം നിങ്ങൾക്ക് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴി നല്ല ഓഫേഴ്സ് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഇതിന് ഹിഡൻ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല. ജോയിനിങ് ഫീസ് കൊടുക്കേണ്ടതില്ല, ആനുവൽ ഫീസ് കൊടുക്കേണ്ടതില്ല. പിന്നെ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് ചാർജ് ഓഫ് ഫീസ് ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ഓൺ ബോർഡിംഗ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. താഴത്തുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബില്ലിംഗ് സൈക്കിളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള രണ്ട് കാറ്റഗറിയിൽ നിങ്ങൾക്ക് 5x റിവാർഡ് പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു 5x റിവാർഡ് പോയിന്റ്സ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 കാറ്റഗറിയിലെങ്കിലും നിങ്ങൾ ഒരു ബില്ലിംഗ് സൈക്കിളിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. ആ ഒരു 3 കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 കാറ്റഗറിയിലായിരിക്കും നിങ്ങൾക്ക് 5x റിവാർഡ് പോയിന്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു കാർഡ് വഴി കിട്ടുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 50 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10 പൈസയാണ് റിവാർഡായിട്ട് കിട്ടുക. അതായത് 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 20 പൈസ നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ട് കിട്ടും. ഇനി ഒരു ടോപ്പ് കാറ്റഗറി ആണെങ്കിൽ 5x റിവാർഡ് പോയിന്റ്സ് ആണ്. സോ യു വിൽ ഹാവ് എ ബെറ്റർ റിവാർഡ് പോയിന്റ്. അപ്പോൾ അതാണ് ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. റിവാർഡ് പോയിന്റിൻ്റെ കാര്യമൊക്കെ അതാണ്. പിന്നെ ഈ ഒരു റിവാർഡ് പോയിന്റ് നമുക്ക് ആപ്പിലൂടെ തന്നെ റെഡീം ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ചാർജ് ഓഫ് ഫീസ് ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. പിന്നെ ഈ ഒരു റിവാർഡ് പോയിന്റ് ഒരിക്കലും എക്സ്പയർ ആകാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. മാത്രമല്ല ബിൽ റീപേയ്മെൻറ്റിനും നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വൺ കാർഡ് വഴി നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നതല്ല. എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഈ ഒരു കാർഡിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. വൺ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ഫോറക്സ് ട്രാൻസാക്ഷൻസിന് നിങ്ങൾക്ക് 1% ആണ് ഫോറക്സ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരിക. മറ്റ് പല കാർഡുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് വളരെ ലെസ്സാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റ് പല കാർഡുകളും ഇത്തരത്തിൽ നമുക്ക് ഫോറക്സ് ഫീ എല്ലാം സൗജന്യമായിട്ട് തരുന്ന കാർഡുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്കേപ്പിയ ഫെഡറൽ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് വഴിയെല്ലാം ഫോറക്സ് ഫീ ഇല്ലാതെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇത് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന കാർഡാണ്. നിങ്ങൾക്ക് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമെല്ലാം ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. വിസ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു കാർഡ് വരുന്നത്. പല ട്രാവൽ ബുക്കിംഗ് സൈറ്റുകളിലെല്ലാം നല്ല ഓഫേഴ്സും ഈ ഒരു കാർഡിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പല സുഹൃത്തുക്കളും ക്രെഡിറ്റ് കാർഡിനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാറുണ്ട്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തത് കാരണം. അത്തരക്കാർക്ക് ഈ ഒരു കാർഡ് ട്രൈ ചെയ്യാവുന്നതാണ്. മിനിമം ഒരു 5000 റുപ്പീസ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യാം. മാത്രമല്ല നിങ്ങളൊരു മന്ത്ലി ഒരു 10,000 15,000 റുപ്പീസ് ഒക്കെ എങ്ങനെ വന്നാലും സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് നേരെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഈ ഒരു കാർഡിൻ്റെ രൂപത്തിൽ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് കുറച്ചൊക്കെ എമൗണ്ട് സേവ് ചെയ്യാനും
പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി എല്ലാം ബിൽഡ് ചെയ്യാനും ഈ ഒരു കാർഡ് ഹെൽപ്ഫുൾ ആണ്. വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആണോ അല്ലേ എന്ന് അറിയുന്നതിനുള്ള ഒരു ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാതെ തന്നെ ഈ ഒരു കാർഡ് അൺസെക്യൂർഡ് കാറ്റഗറിയിലും അവൈൽ ചെയ്യാനായിട്ട് പറ്റും. പല ആളുകൾക്കും 1.5-2 lakh rupees വരെയൊക്കെ ലിമിറ്റ് ഈ ഒരു കാർഡിൽ നിന്നും കിട്ടാറുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എലിജിബിലിറ്റി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. വൺ കാർഡ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും നമ്മുടെ അബ്ദുൾ റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.